ഇന്ന് ഞണ്ടുകളെ പിടിക്കാനായിട്ട് പോകുന്ന ഒരു ദിവസമാണ്. ലൈഫിലാദ്യമായിട്ട് ഞണ്ടുകളെ പിടിക്കാൻ പോവുക, അതും കടലിൽ. ഉള്ളിലിറങ്ങുന്നില്ല, ഒരു ക്രീക്കാണ്, അവിടെയാണ് പോകുന്നത്. ആമിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏണസ്റ്റോ, പുള്ളി ഇതിന് വിദഗ്ധനാണ്. കാരണം ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ദ്വീപുകൾ ചേർക്കപ്പെട്ട ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അവിടെയുള്ള മിക്കവാറും ആളുകൾക്ക് ഫിഷിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബാലപാഠം എന്തായാലും പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ചിക്കൻ ലെഗോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ മലാഹൈഡ്, ഇവിടെ അയർലൻഡിൽ മലാഹൈഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു യാച്ച് ക്ലബ്ബുണ്ട്. അതുമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ ആ ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. ഏണസ്റ്റോ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ ആമി, മിന്നു. ഞങ്ങളങ്ങനെ പോയി. ഏണസ്റ്റോ ഞണ്ടിനെ പിടിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മിന്നു എന്നെക്കാളും നന്നായിട്ട് പഠിച്ചു എന്നാണ് തോന്നുന്നത്. അവൾ ഞണ്ടിനെ കൈ കൊണ്ടൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. ഇതുപോലുള്ള 2 സഞ്ചികൾ, 2-3 നെറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് താഴത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഞണ്ട് വന്ന് കയറും. പിന്നെ അതുപോലെ തന്നെ സാധാരണ നൂലിൽ, ചെറിയ രീതിയിലുള്ള പിടുത്തമാണത്, ഭയങ്കര രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കാണുന്നില്ലേ, അപ്പോൾ നൂലിൽ ഒരു 3 ചിക്കൻ കാല് കെട്ടിയിട്ടിട്ട് പിടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കുന്ന പോലെ തന്നെയുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അവൾ പിടിച്ചു വലിയൊരു ഞണ്ട്, കുഴപ്പമില്ലാത്തൊരു ഞണ്ടിനെ പിടിച്ചു. നമുക്ക് ഒരുപാടധികം ഞണ്ടിനെ കിട്ടി ഇതിനിടയിൽ തന്നെ. ഞണ്ടിനെ പിടിക്കുക, ഇവിടെ ഇരിക്കുന്ന ബക്കറ്റിലേക്ക് കൊണ്ടിടുക എന്നുള്ളതാണ്. ഞണ്ട് തറയിൽ ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് ഒരു ഇതുണ്ട്. ഇതുപോലുള്ളൊരു ചവണയല്ല, അത് നെറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അതല്ലാതെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലോട്ടാണല്ലോ നടക്കുന്നത്. അതിനൊരു ബ്ലാങ്ക് സ്പോട്ടുണ്ട്. ആ ബ്ലാങ്ക് സ്പോട്ടിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിനെ പൊക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കടി കിട്ടില്ല, അല്ലെങ്കിൽ കൈ കടിച്ച് മുറിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞണ്ടിനെ പിടിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ആമിയും ഞണ്ടിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ഞണ്ടിനെ ആമിക്കും കിട്ടി. ഇതൊക്കെ രസമല്ലേ, മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഈ നെറ്റിൽ നിന്ന് ബക്കറ്റിലേക്ക് എടുത്തിടുന്ന ജോലി മിന്നു ഏറ്റെടുത്തു. ആ ജോലി അവൾ വേറെ ആർക്കും കൊടുത്തില്ല. അവൾക്ക് പിന്നെ ഒരു ഹരമായി ഈ മീൻ പിടിക്കുന്ന ഒരു സംഭവം. മീനല്ല, ഞണ്ടിനെ. ഞണ്ടിന് കിട്ടാത്ത അവസരങ്ങളുണ്ടായി. കുറേ സമയം കഴിഞ്ഞിട്ടും കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടായെങ്കിലും അതൊരു ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞണ്ടിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും, അതൊക്കെ ഒരു രസമുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ചൂണ്ടയിടുക, ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളത് ഒരു സമയം പോക്കാണ്. ഏകദേശം ബക്കറ്റ് നിറയാറായി. എങ്കിലും ഞണ്ടിനെ പിടുത്തം നിർത്താനായിട്ട് ഇവർ രണ്ടുപേരും യാതൊരു സാധ്യതയില്ല.